18-ാം തീയതി രാവിലെ ഒരു 10:45 നമ്മൾ മൈസൂർ എത്തി. നേരെ പോയി റൂം എടുത്തു, കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നമുക്കിനി കുറേ കാഴ്ചകൾ കാണാനുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നേരെ ഒരു ഓട്ടോയിൽ കയറി. അവിടുത്തെ ഓട്ടോ ഒന്നും പറയണ്ട, എന്തൊരു സ്പീഡിലാണ് പോവുക. ശരിക്കും പേടിയാവും കേട്ടോ ഓട്ടോ പോവാൻ. ഇത് സിഗ്നലിൽ നിർത്തിയിരിക്കുന്ന സമയത്താണ് നമ്മൾ വീഡിയോ എടുത്തത്, അല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് നേരെ പോയതൊരു ഹോട്ടലിലാണ് കേട്ടോ. നമുക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ സമയം 1:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. അവിടെ കൂടുതലും വെജ് ഹോട്ടൽസാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വെജാണ് കഴിക്കുന്നതെന്നുള്ള ഒരു പ്രശ്നവും ഉണ്ടാവില്ല. വീട്ടിൽ നിന്നാണ് നമ്മൾ ചിക്കൻ ഇല്ലാലോ മീൻ ഇല്ലാലോ എന്നുള്ളൊരു ചിന്തയൊക്കെ വരിക. അവിടെ നിന്ന് നല്ല രസമായിട്ടോ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഭക്ഷണം കഴിച്ച് നേരെ നമ്മൾ പാലസിൻ്റെ അടുത്തെത്തി. പാലസിൻ്റെ അവിടെ നിന്ന് നമുക്ക് എൻട്രി ഫീ ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മൈസൂർ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ശരിക്കും ഭയങ്കര അത്ഭുതം തന്നെ കേട്ടോ. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിപ്പം പകൽ കണ്ടാലും രാത്രി കണ്ടാലും ഒക്കെ അതിൻ്റെ ഒരു ഭംഗി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ കണ്ടോ ഫ്ലോറിൻ്റെയും അതുപോലെ തന്നെ റൂഫിൻ്റെ ഒക്കെ ഒരു ഭംഗി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാണുന്ന തൂണുകൾക്കൊക്കെ പ്രത്യേക ഒരു ഭംഗി. ആ ഒരു കളറ് എന്താണെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏട്ടനും പറഞ്ഞു, ഏട്ടനിത് 2 പ്രാവശ്യം 3 പ്രാവശ്യം അങ്ങനെ പോയി. അപ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ്. കണ്ട് നമുക്ക് കൊതി മാറില്ല. അങ്ങനെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ഇതിൻ്റെ ഉള്ളിലായാലും അത് പുറത്തുനിന്നായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുറത്തുനിന്ന് നമ്മൾ പകൽ കാണുന്നൊരു വ്യൂ ഇല്ലേ, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ആ ലൈറ്റ് ഇട്ടതിനേക്കാളും ഇഷ്ടപ്പെട്ടത് എനിക്ക് പുറത്തുനിന്ന് ആ ഒരു 10-11 മണി ആ ഒരു സമയത്ത് പാലസിലേക്ക് നോക്കുമ്പോൾ, റോഡിൽ നിന്ന് പാലസിലേക്ക് നോക്കണം. അത് അടിപൊളിയാട്ടോ. പ്രത്യേകിച്ച് അവർ ആ ഒരു പെയിൻറ്റിങ്, അതാണ്